ഹായ്. 2025 ഇപ്പോൾ നാളെ കൊണ്ട് കഴിയും. അതിനുശേഷം 2026 തുടങ്ങുവാണ്. അപ്പോൾ 2026 വരുന്ന വർഷത്തിൽ ഈ ചാനലിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അറിയാം, ഏകദേശം 2.5-3 മാസം ആവുന്നുള്ളൂ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട്. ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട്, ചാനൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ നല്ല രീതിയിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്നു, മലയാളത്തിൽ ഈ ഒരു രീതിയിൽ കണ്ടന്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഏതെങ്കിലും ഒരു ചാനലിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്റ്റീവായിട്ട് ബിസിനസ്സിനെ ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ ബിസിനസ് അനാലിസിസും അല്ലെങ്കിൽ അതിനുശേഷം ആക്റ്റീവായിട്ട് എങ്ങനെ ട്രാക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു ചാനലുണ്ടെന്ന് നോക്കിയിരുന്നു. പക്ഷെ ഒരു ചാനലിൽ പോലും അങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. 1-2 ചാനലൊക്കെ ക്വാളിറ്റി ആയിട്ട് ബിസിനസ് അനാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എന്താണ് ബിസിനസ്, അവരുടെ ബിസിനസ് മോഡലിനെ പറ്റി സംസാരിക്കുന്നു, ആ സെക്ടറിനെ പറ്റി സംസാരിക്കുന്നു, മൊത്തത്തിൽ ആ മാക്രോ എക്കണോമിയെ പറ്റിയൊക്കെ സംസാരിക്കുന്ന 1-2 ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മൊത്തത്തിൽ ആ ബിസിനസ് അനാലിസിസ്, അതിനുശേഷം ക്വാർട്ടർലി റിസൾട്ടുകൾ വരുമ്പോൾ ആ കമ്പനികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, പറഞ്ഞ പോലെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ കമ്പനി കുറച്ചുകൂടെ നന്നായോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ഒരു 3 മാസത്തിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് സംസാരിക്കുന്ന ചാനലുകളൊന്നും കണ്ടിരുന്നില്ല. അതേപോലെ കമ്പനിയുടെ മാനേജ്മെന്റ് ഗൈഡൻസ് പറയുന്നതിനെ പറ്റി, അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്താണ് ഇതിനെ പറ്റി പറയുന്നതെന്ന് സംസാരിക്കുന്ന ഒരു ചാനൽ പോലും കണ്ടില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ കാണാത്ത ഏതെങ്കിലും ചാനലുകൾ ഉണ്ടോ എന്നറിയില്ല. എന്നാലും ഞാൻ നല്ല രീതിയിൽ സെർച്ച് ചെയ്തിരുന്നു. അവിടെ നിന്ന് ഒരു ചാനലിൽ പോലും മാനേജ്മെന്റ് എന്താണ് ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കമ്പനി റൺ ചെയ്യുന്ന ആൾക്കാർ അവരെന്താണ് പറയുന്നത്, അങ്ങനത്തെ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്ന എങ്ങും കണ്ടില്ല. എല്ലാവരും മാക്സിമം ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആളുകൾ റിസർച്ച് റിപ്പോർട്ടിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ റിസർച്ച് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളോ ഒക്കെ ഈ ഡേറ്റാസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഡേറ്റ എടുക്കുന്നത്. അല്ലാതെ അവർക്ക് സ്പെഷ്യലായിട്ട് വേറെ ഇവിടുന്ന് ഡേറ്റ ഒന്നും കിട്ടുന്നില്ല. ഒന്നെങ്കിൽ ഈ പറഞ്ഞ മാനേജ്മെന്റ് കോൺകോളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റർ പ്രസന്റേഷനിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഇന്റർവ്യൂസിൽ പറയുന്ന കാര്യങ്ങൾ, പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റുമായിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ എന്താ പറയുന്നത് ഫാക്ടറി വിസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ രീതിയിൽ മാനേജ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അല്ലാതെ വേറൊരു ഡേറ്റ അവർക്ക് കിട്ടാനായിട്ടില്ല. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിനെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന ഒറ്റ ചാനൽ പോലും നമ്മുടെ മലയാളത്തിൽ ഞാൻ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനൽ തുടങ്ങാനായിട്ട് അത്രയും കോൺഫിഡൻസ് കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, വരുന്ന ഒരു വർഷത്തിൽ ഈ ഒരു രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കും ഈ ചാനലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ബിസിനസ് അനാലിസിസ് ചെയ്യുക, അതിനുശേഷം കൃത്യമായിട്ട് അവരുടെ റിസൾട്ടുകൾ വരുമ്പോഴും അപ്ഡേറ്റുകൾ വരുമ്പോഴും അവരെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുക. അപ്പം ഞാൻ ഈ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്താ നിങ്ങളോട് പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളിത് പ്രോപ്പറായിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടാലോ, അല്ലെങ്കിൽ ഇത് റെഗുലർ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുള്ളൂ. ഈ രീതിയിൽ ഇത് ട്രാക്ക് ചെയ്താൽ, അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ മാർക്കറ്റ് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആക്ച്വലി ഇത് ശരിക്കും നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് നല്ലൊരു രീതിയാണ്, നല്ലൊരു മെത്തേഡാണോ ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ കിട്ടണമെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം, നല്ല ബിസിനസ്സുകൾ ഫൈൻഡ് ചെയ്യണം, അവർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, മുമ്പോട്ട് പെർഫോം ചെയ്യണം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോഴത്തേന് പയ്യെ അത് മനസ്സിലായി വരാനായിട്ട് പറ്റും. എന്തായാലും നമ്മൾ ഈ ഒരു ചാനൽ ആ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അല്ലാതെ വെറുതെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ റൂമേഴ്സോ നമുക്ക് കുറച്ച് കൂടുതൽ വ്യൂ കിട്ടാനുണ്ട് അങ്ങനെ ആ രീതിയിലുള്ള കണ്ടന്റുകളൊന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പ്രോപ്പറായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ മാനേജ്മെന്റ് പറയുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ പുറത്തുനിന്നുള്ള വെറുതെ ഡേറ്റാസ് ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതേപോലെ റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം മാത്രമേ ഉള്ളൂ. അതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ തന്നെ പോകുന്നുള്ളൂ. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ബിസിനസ് അനാലിസിസും അതേപോലെ പ്രോപ്പറായിട്ട് അവരുടെ റിസൾട്ടുകളെ ട്രാക്ക് ചെയ്യുക, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാനേജ്മെന്റിന്റെ ഗൈഡൻസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഓരോ ക്വാർട്ടറിൽ റിസൾട്ട് വരുന്ന സമയത്തും അത് പറഞ്ഞ പോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, ബിസിനസിന്റെ ക്വാളിറ്റി കുറയുവാണോ കൂടുവാണോ ചെയ്തിരിക്കുന്നത്, അവർ ഗൈഡൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ, ഗൈഡൻസ് കൂട്ടിയിട്ടുണ്ടോ കുറച്ചിട്ടുണ്ടോ, ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെ ട്രാക്ക് ചെയ്യാനായിട്ടാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മിനിമം ഈ ഒരു വർഷത്തിൽ 2026 മൊത്തത്തിൽ ഒരു 100 പുതിയ കമ്പനികളെങ്കിലും ബിസിനസ് അനാലിസിസ് ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ആഴ്ചയിൽ ഒരു 2 കമ്പനികളെങ്കിലും വെച്ചിട്ട് പുതിയതായിട്ട് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ മിനിമം ഒരു 100 കമ്പനികളെങ്കിലും നമുക്ക് ഈ ഒരു വർഷത്തിൽ പുതിയതായിട്ട് ബിസിനസ് അനാലിസിസ് ചെയ്യുകയും അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് അതിനെ ട്രാക്ക് ചെയ്യും. നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് കമ്പനികളുടെ ബിസിനസ് അനാലിസിസും ഓൾറെഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനികൾ കൂടാതെ പുതിയതായിട്ട് 100 കമ്പനികളെങ്കിലും നമുക്ക് മിനിമം ആണ് 100 കമ്പനി പറഞ്ഞത്. എൻ്റെ ഒരു പേഴ്സണൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു പുതിയതായിട്ടൊരു 200 കമ്പനികളെങ്കിലും എനിക്ക് ട്രാക്ക് ചെയ്യണമെന്നാണ്. അതിലിപ്പോൾ ഞാൻ ഓൾറെഡി ട്രാക്ക് ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ട്. സോ അവരുടെയൊക്കെ വീഡിയോ ചെയ്ത് അതിന്റെ കൂടുതൽ പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന കമ്പനികളുടെ വീഡിയോയുടെ കൂട്ടി ഏകദേശം മിനിമം ഒരു 100 കമ്പനികളിലെങ്കിലും വീഡിയോസ് ആയിട്ടെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ വീഡിയോ ആയിട്ട് വെറുതെ ചെയ്തു പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അത് ഈ ബിസിനസ്സുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ മോശം രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല. നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ബിസിനസ്സുകളെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യും. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സെയിം ടൈമിൽ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ കമ്പനികളെ ട്രാക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പനി എന്താണോ ഈ മോശമായിട്ട് പെർഫോം ചെയ്യും, ഒരു കമ്പനി ഇങ്ങനെ മോശമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. അവർ കുറച്ച് നാൾ പെർഫോം ചെയ്ത് ആ രീതിയിൽ വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ മാനേജ്മെന്റ് അതിനകത്തുള്ള ചേഞ്ചസ് വരുത്തുകയും കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങും. എല്ലാ കമ്പനികളാണെന്നല്ല പറയുന്നത്, എങ്കിലും അങ്ങനത്തെ രീതിയിൽ ചേഞ്ച് നടക്കുന്ന കമ്പനികളുണ്ടാവും. ആ കമ്പനികൾ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പനികളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികൾ ചിലപ്പോൾ നാളെ ഒരു ദിവസം കൊണ്ട് മതി ചിലപ്പോൾ ആ കമ്പനിയുടെ പെർഫോമൻസ് മോശമായി പോകാനായിട്ട്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ തന്നെ ട്രാക്ക് ചെയ്യണം. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു മോശമായിട്ട് പെർഫോം ചെയ്യുന്നു ഒന്നും നോക്കില്ല,
എല്ലാ കമ്പനികളെയും നമ്മൾ പ്രോപ്പറായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ചുമ്മാ റാൻഡമായിട്ട് അവിടെ നിന്നുള്ള സ്റ്റോക്കുകളായിരിക്കില്ല. ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി ഒരേ സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകളെ തന്നെ ട്രാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സെക്ടറിനെ പറ്റി കൂടുതൽ ധാരണ ഉണ്ടാവും. ആ സെക്ടറിൽ ലീഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനി ആയിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ റിട്ടേൺ ഒരു ഇൻവെസ്റ്റർക്ക് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ സെക്ടറിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. സെക്ടറിനെ ട്രാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ വേറെ രീതിയിലല്ല, നമ്മൾ ആ സെക്ടറിലുള്ള കമ്പനികളെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വർഷത്തിൽ മിനിമം നമ്മളൊരു 100 കമ്പനികളുടെയെങ്കിലും ബിസിനസ് അനാലിസിസ് ചെയ്യും. അതേപോലെ ഇവിടെ സംസാരിക്കുന്ന ഈ കമ്പനികളുടെ എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ബിസിനസ്സിനെ ട്രാക്ക് ചെയ്യും. അതേപോലെ തന്നെ അവരുടെ റിസൾട്ട് അപ്ഡേറ്റുകളും മാനേജ്മെന്റിന്റെ പുതിയ കമ്പനീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, ഈ ചാനലിൽ നിങ്ങളിപ്പോൾ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബിസിനസ്സുകളെ കൃത്യമായിട്ട് പഠിച്ച് അതിന്റെ ട്രാക്ക് ചെയ്ത് ആ രീതിയിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആ രീതിയിൽ കമ്പനികളെ പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല വാല്യുവേഷൻ ഉണ്ടാകാൻ പറ്റുന്ന കണ്ടന്റുകളെ എന്തായാലും ഇവിടെ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും 2026 ഒരു അടിപൊളി വർഷമാകട്ടെ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.